സുഹൃത്തുക്കളെ, കഠിനമായ തപസ് ചെയ്ത് സന്യാസിമാരായവർ ഏറെയുണ്ട്. എന്നാൽ ജീവിക്കാൻ വേണ്ടി സന്യാസി വേഷം കെട്ടുന്നവരുമുണ്ട്. ഇതാ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ഒരു കൊച്ചു ഏകാഭിനയം. എത്തിയോ? എന്ത് പറഞ്ഞു ജോത്സ്യര്? ജാതകങ്ങൾ തമ്മിൽ പൊരുത്തം കുറവാ, ഇതും നടക്കത്തില്ലെന്നാ ജോത്സ്യര് പറഞ്ഞു. എന്റെ കൊച്ചിന്റെ ഒരു വിധി. ഈ ചിങ്ങത്തില് അവൾക്ക് 22 വയസ്സ് തികയുക. അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തെ. നമ്മുടെ വിജയേട്ടന്റെ തങ്ക പറഞ്ഞിരുന്നു, നമ്മുടെ മണ്ണാശ്ശേരി വീട്ടിലാണെങ്കിൽ ഒരു സ്വാമിജി താമസിക്കുന്നുണ്ടെന്ന്. ഭയങ്കര ദിവ്യശക്തി ഉള്ള ആളാന്നാ പറഞ്ഞേ. നമുക്ക് നമ്മുടെ മോളുടെ കാര്യം ആ സ്വാമിജിയുടെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ചാലോ? നീ വേണേ പറ്റോ? എനിക്ക് സ്വാമിമാരെ ഒന്നും ഒരു വിശ്വാസവും ഇല്ല. നീ പേപ്പറിലൊക്കെ വായിച്ചിട്ടുള്ളൂ ഈ സ്വാമിമാരെ പറ്റി. ഏതോ 2 സ്വാമിമാര് ചീത്തയാന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആവണമെന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലെന്നും വിശ്വാസം ഇല്ലെന്ന് എനിക്കറിയാം. അതാണ്ടേ തങ്കയുടെ വിജയൻ ചേട്ടൻ വരുന്നു. ചേട്ടനോട് ചോദിക്ക്. ചേട്ടൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക ചേട്ടാ ആ സ്വാമിയുടെ ദിവ്യശക്തി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ സ്വാമിയെ പറ്റി ഒരു വിശ്വാസവും ഇല്ല. എന്റെ പൊന്ന് വിജയൻ ചേട്ടാ, നിങ്ങൾ ഈ വിചാരിച്ചു ചെയ്യുന്നതെല്ലാം തെറ്റാ. അയാള് ഭയങ്കര ദിവ്യശക്തിയുള്ള സ്വാമിയാണ്. ശൂന്യതയിൽ നിന്നാ ഭസ്മമൊക്കെ എടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ആളെ അല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, 3 ദിവസം കഴിയുമ്പോൾ ആ സ്വാമി ഗോകർണത്തേക്ക് പോകും. അതിനു മുമ്പ് ഞാനും തങ്കയും കൂടെ ആ സ്വാമിയെ കണ്ടിട്ടേ ഉള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ സമീപിക്കൂ സ്വരൂപാനന്ദ സ്വാമികളെ. സ്വരൂപാനന്ദ സ്വാമി, സ്വരൂപാനന്ദ സ്വാമി, സ്വരൂപാനന്ദ സ്വാമി. സ്വാമി, എന്റെ മോക്കാണെങ്കിൽ ഈ മാസം 22 വയസ്സ് തികയുക. കുറെ കല്യാണാലോചനയൊക്കെ വന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഞങ്ങൾ ആകെ വിഷമത്തില്ല സ്വാമി. മാത്രമല്ല ഭർത്താവിന്റെ ബിസിനസ്സും നല്ല രീതിയിൽ പോകുന്നില്ല, എല്ലാം നഷ്ടത്തില്ല. എല്ലാം നാം അറിയുന്നു. എന്താ മോളുടെ പേര്? കൂടെ വന്നിട്ടുണ്ടോ? പേര് കാർത്തിക എന്ന സ്വാമിജി. വന്നിട്ടില്ല. അത് പറ്റില്ല, മകള് കൂടെ വരണം. നാളെ വെള്ളിയാഴ്ചയല്ലേ? നാളെ വെള്ളിയാഴ്ച ഒരു പൂജയുണ്ട് രാത്രി 8 മണിക്ക്. ഒരു 10,000 രൂപയോ ആ പൈസ സംഘടിപ്പിച്ച് പോന്നോളൂ. എല്ലാ പ്രശ്നങ്ങളും നോം ശരിയാക്കി തരുകയാണ്. ശരി സ്വാമിജി, ഈ ദക്ഷിണ സ്വീകരിച്ചാല്? ദക്ഷിണ പൈസയായിട്ട് തരണ്ട. ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഇട്ടാ മതി, നോം എടുത്തോളാം. ശരി സ്വാമിജി, ഗൂഗിൾ പേ ചെയ്തേക്കാം. എന്റെ പൊന്നു ചന്ദ്രേട്ടാ, നിങ്ങൾ ആ സ്വാമി ഒന്ന് കാണണം. എന്തൊരു തേജസ്സാ. നാളത്തെ അവിടുത്തെ പൂജ കൊണ്ട് നമ്മളെ എല്ലാ പ്രശ്നങ്ങളും ശരിയാവും. എന്റെ മോളെ, നീ ആ സ്വാമി ഒന്ന് കാണണ്ടായിരുന്നു. നോത്തൂന്ന് കണ്ണെടുക്കത്തില്ല. അമ്മേ, സ്വാമിയെ കാണാൻ ഞാനും വന്നോട്ടെ? പിന്നെ നിനക്ക് വേണ്ടിയല്ലേ പൂജ? ചന്ദ്രേട്ടാ, നാളെ ഒരു 10,000 രൂപ ഒപ്പിക്കണേ, സ്വാമിജിക്ക് കൊടുക്കാനാ. 10,000 രൂപ നാളത്തേക്ക് ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ? നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ വേണ്ട. വേണ്ടേ, ഈ മാല പണയം വെച്ചിട്ടായാലും നാളെ ഞാൻ രാത്രി ആ സ്വാമിജിയെ കാണാൻ പോകും. ഈശ്വര, എങ്ങനെങ്കിലും നാളെ രാത്രി ആയാൽ മതിയായിരുന്നു. എന്തേ വീരനെ പാലിത്ര വൈകിയത്? ഒന്നും പറയണ്ടെന്നെ ചേട്ടാ. വരുന്ന വഴിക്കാണെങ്കിൽ ആ അമ്പലത്തിൻ്റെ അടുത്ത് സ്വാമി മാർക്കുന്ന വീടില്ലേ, ഞാൻ അവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു പോലീസിൻ്റെ വണ്ടിയും കുറേ പോലീസുകാരും. എന്താണെന്നറിയാൻ ഞാനും കൂടെ ഒന്ന് കയറി നോക്കി. എന്താ ഈ പോലീസൊക്കെ? ആ കള്ള ഹിമാർ സ്വാമി ഒന്നും അല്ലാന്ന്. ഓൻ്റെ ഒരു താടിയും മുടിയും പോലീസുകാർ ജീപ്പിൽ കയറ്റി. അവിടെ അവൻ്റെ സ്ഥിരം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവനെ കാണാൻ വരുന്ന പെണ്ണുങ്ങളുടെ ആഭരണം അടിച്ചു മാറ്റുന്നതാണ് അവൻ്റെ സ്ഥിരം പണി. പങ്കജൻ, കേട്ടില്ലേ നിന്റെ സ്വാമിയുടെ വിശേഷങ്ങള്? എന്റെ കൃഷ്ണ, നേരാണോ ബിരിയാണി കൈ കേൾക്കുന്നേ? ഇത് നല്ല കൂത്ത്. നമ്മുടെ 2 കണ്ണുകൊണ്ടും കണ്ടല്ലേ എന്ന്. വേഗം ചെല്ല് മോളെയും കൂട്ടി പൂജയ്ക്ക്. അല്ല, നിങ്ങളും പോവാൻ നിൽക്കുമായിരുന്നു ആ സ്വാമിയെ എടുത്തേക്ക്. നിങ്ങൾ പോവാഞ്ഞ കാര്യം നിങ്ങളെ ദൈവ രക്ഷിച്ച. എന്തോ ചെയ്യാനാ, നല്ല സ്വാമിയെ പറയിക്കാൻ ഇങ്ങനെ കുറെ എണ്ണം കാണുന്നുണ്ട്. കപട സന്യാസിമാരുടെ വലയിൽപ്പെടുന്ന ഇത്തരക്കാർക്ക് ഈ ഏകാഭിനയം ഒരു പാഠമാകട്ടെ.